സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ മുതിർന്ന സന്യാസി ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയായി. ഓഗസ്റ്റ് 12-ന് നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ ആരംഭിച്ച പര്യടനം സെപ്റ്റംബർ 1-ന് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ സമാപിച്ചു. അനിശ്ചിതമായ കാലഘട്ടത്തെ അതിജീവിക്കൽ എന്ന വിഷയത്തിൽ യുഎസിലെ 10 നഗരങ്ങളിൽ സ്വാമിജി നടത്തിയ പ്രഭാഷണങ്ങൾ ആയിരക്കണക്കിന് ശ്രോതാക്കൾക്ക് പ്രത്യാശയും ആശ്വാസവും പകർന്നു. അമേരിക്കയിലെ ഷാർലറ്റ്, ഒർലാൻഡോ, വാഷിംഗ്ടൺ DC, ന്യൂജേഴ്സി, ഓസ്റ്റിൻ, മിനിയാപോളിസ്, ഷിക്കാഗോ, ഡെൻവർ, സാൻഹോസെ, ലോസ് ആഞ്ചലസ് എന്നിവിടങ്ങളിലായിരുന്നു അമ്മയുടെ മുതിർന്ന സന്യാസി ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ 21 ദിവസം നീണ്ടുനിന്ന പര്യടനം. യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളികൾ നിറയ്ക്കുന്ന ഇന്നത്തെ ലോകത്ത് മനസ്സമാധാനം നിലനിർത്താനുള്ള വഴികളെക്കുറിച്ചാണ് പ്രഭാഷണങ്ങളിൽ സ്വാമിജി സംസാരിച്ചത്. ജീവിതത്തിൽ നന്മയും തിന്മയും ധാർമ്മികവും അധാർമികവും സ്വീകാര്യമായതും അസ്വീകാര്യമായതും തമ്മിലുള്ള അതിർവരമ്പ് പലപ്പോഴും കാഴ്ചപ്പാടുകളുടെ ഒരു വിഷയമാണ്. ഒരാൾക്ക് നീതിയും ഉദാത്തവുമായി തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായതോ അല്ലെങ്കിൽ നീതിരഹിതമായതോ ആയി തോന്നിയേക്കാം. ആത്യന്തികമായി സമാധാനം കണ്ടെത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും നമ്മുടെ ധർമ്മവും കടമകളും നിർവഹിച്ചു വേണം നമ്മളെല്ലാം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതെന്നും പ്രയാസകരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ പുണ്യമുള്ളവർ പോലും വലിയ തിന്മയേക്കാൾ ചെറിയ തിന്മയെ മാത്രമേ തിരഞ്ഞെടുക്കൂവെന്നും രാമായണത്തിലെ ശ്ലോകങ്ങൾ വിശദീകരിച്ച് സ്വാമിജി വ്യക്തമാക്കി. ഈശ്വരൻ അധികം സംസാരിക്കുന്നവനല്ല, മറിച്ച് നിശബ്ദമായി പ്രവർത്തിക്കുന്നവനാണെന്ന് ഓസ്ട്രീനിലെ പ്രഭാഷണത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഹജീവികളെ സഹായിക്കുന്നതിലൂടെ മനുഷ്യരാശിക്കും പ്രകൃതിക്കും നന്മയുണ്ടാകുന്നു എന്ന അമ്മയുടെ സന്ദേശം വിവിധ പരിപാടികളിലൂടെ നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ സ്വാമിജി അമേരിക്കൻ ജനതയുമായി പങ്കുവച്ചു. അമ്മ പറയാറുണ്ട്, സനാതന ധർമ്മം ഭാരതം ഉണർന്നാൽ ലോകം ഉണരും. സ്വാമിജിയുടെ വാക്കുകൾ ശ്രവിച്ചതിലൂടെ തങ്ങൾക്ക് ഭയത്തിൽ നിന്നും ധൈര്യത്തിലേക്കുള്ള മാറ്റം അനുഭവിക്കാൻ കഴിയുന്നതായി പ്രഭാഷണം കേട്ടവരെല്ലാം അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ ആശ്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സ്വാമി ദയാമൃതാനന്ദപുരിയും ബ്രഹ്മചാരി രാമാനന്ദാമൃത ചൈതന്യയും പര്യടനത്തിലുടനീളം സ്വാമിജിയെ അനുഗമിച്ചു. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക സംഘടിപ്പിച്ച പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി മഠത്തെ പ്രതിനിധീകരിച്ച് സ്വാമിജി പങ്കെടുത്തു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയും മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയും ചടങ്ങിൽ സംബന്ധിച്ചു. നിസ്വാർത്ഥമായ സ്നേഹം പങ്കുവച്ച് മറ്റുള്ളവർക്ക് ആശ്വാസത്തിന്റെ വെളിച്ചം പകരുന്ന വിളക്കുകളായി മാറാൻ തയ്യാറാണെന്ന വിളംബരത്തോടെയാണ് സ്വാമിജിയുടെ അമേരിക്കൻ പര്യടനം പൂർത്തിയായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.